ഹലോ എവരിവൺ. സയൻസ് ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണിത്. കാരണം ഇന്നാണ് നെസ്റ്റ് 2025 എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ഒഫീഷ്യലി ഓപ്പൺ ആയത്. നൈസറിലേക്കും CEBSയിലേക്കും അഡ്മിഷന് വേണ്ടിയുള്ള പരീക്ഷയാണ് നെസ്റ്റ് എക്സാം. എനിക്കറിയാം ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ചില ആളുകൾക്കെങ്കിലും കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ആൻഡ് യു ഡോണ്ട് വാണ്ട് ടു മേക്ക് മിസ്റ്റേക്സ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഗൈഡ് പോലെയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അത് നിങ്ങളെ മിസ്റ്റേക്ക് ഒന്നുമില്ലാതെ നെസ്റ്റ് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിൽ സഹായിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് വാച്ച് ദിസ് വീഡിയോ കെയർഫുള്ളി. ഓരോ സ്റ്റെപ്പും നമുക്ക് ഒരുമിച്ച് തന്നെ ചെയ്തു പോകാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് www.nestexam.in nestexam.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. അതിൽ പോയാൽ നമുക്ക് നെസ്റ്റ് എക്സാമിൻ്റെ ന്യൂ രജിസ്ട്രേഷൻ എന്നിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ബട്ടൺസ് ആക്ടിവേറ്റഡ് February 17, അതായത് ഇന്ന് 10 മണിക്കാണ് ബട്ടൺസ് ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ന്യൂ രജിസ്ട്രേഷനിലേക്ക് നമുക്ക് പോവാം. ഇവിടെ റെക്കമെൻഡഡ് ബ്രൗസർ ഏതൊക്കെയാണ് എന്ന് ഒക്കെ പറയുന്നുണ്ട്. എപ്പോഴും നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ തന്നെ ചെയ്യാൻ നോക്കുക. മൊബൈൽ ഫോൺസിനെക്കാട്ടിൽ നല്ലത് തീർച്ചയായിട്ടും ഡെസ്ക്ടോപ്പ് ആയിരിക്കും. അപ്പോൾ അതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചതിന് ശേഷം ഇത് ഐ അഗ്രി എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ ഒരു ബ്രോഷർ, നിങ്ങൾക്ക് ബ്രോഷർ കാണുന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു ബ്രോഷർ ഇവിടെ പറയുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ്, എക്സാമിൻ്റെ ഡേറ്റ് എന്നാണ്, റിസൾട്ട് എന്നാണ് അനൗൺസ് ചെയ്യുക, അതുപോലത്തെ എല്ലാ ഡീറ്റെയിൽസും ഉള്ള ഒരു ബ്രോഷർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ എവിടേക്കാണ് സെൻറ്റേഴ്സ് ഉള്ളത്, കേരളത്തിലുള്ള സെന്റേഴ്സ് ആലപ്പുഴ, എറണാകുളം, കംപ്ലീറ്റ് സെന്റേഴ്സ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ 140 സെന്റേഴ്സ് ആകെ ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ബ്രോഷർ വേണ്ട ആൾക്കാർ അവിടെ തീർച്ചയായിട്ടും ആ PDF നോക്കുക, ഡൗൺലോഡ് ചെയ്ത് വായിക്കുക. ആൻഡ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ഒരു PDF ഇവിടെ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ PDF നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ബ്രോഷർ വായിച്ചതിന് ശേഷം തന്നെയാണ് ഞാനും അപ്ലൈ ചെയ്യുന്നത്. സോ നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഫീൽഡ്സ് എല്ലാം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയുന്നത് പോലെ സ്റ്റാർ മാർക്ക് ചെയ്തിട്ടുള്ള ഫീൽഡ്സ് എല്ലാം മാൻഡേറ്ററി ആണ്, ഒരിക്കലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. സോ നെയിം ഓഫ് ദ ആപ്ലിക്കന്റ് നമ്മൾ ആദ്യം കൊടുക്കണം. നെയിം ഓഫ് ദ ആപ്ലിക്കന്റ് കൊടുത്തു. ഇനി ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളിവിടെ എൻറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യം ജനിച്ച വർഷം നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാം. ജനിച്ച വർഷം എൻറ്റർ ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് ജനിച്ച മാസം നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാം. ആൻഡ് ഫൈനലി ഏത് ഡേ ആണോ എന്നുള്ളത് എൻറ്റർ ചെയ്ത് കൊടുത്തു. സോ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഫിൽ ചെയ്തു. ആൻഡ് 10th റോൾ നമ്പർ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 10th റോൾ നമ്പർ ഇവിടെ നിങ്ങൾ എൻറ്റർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇയർ ഓഫ് പാസിംഗ് 10th ഏത് വർഷമാണ് നിങ്ങൾ 10th എക്സാം പാസ് ആയിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഏത് വർഷമാണ് എന്നുള്ളത് കൊടുത്തു. പിന്നെ നിങ്ങളെ ജെൻഡർ സെലക്ട് ചെയ്യുക, മെയിൽ, ഫീമെയിൽ ആൻഡ് അതർ അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ആൻഡ് മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പറിലേക്കാണ് ഫർദർ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വരിക. അപ്പൊ ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. ആ കൊടുത്ത മൊബൈൽ നമ്പർ ഇവിടെ കൺഫേം ചെയ്യാണ് വേണ്ടത്. അപ്പൊ അത് കൺഫേം ചെയ്തു. ഇനി ഇപ്പൊ ലൈവ് ആയിട്ടുള്ള ഇമെയിൽ ID നമുക്ക് ഇവിടെ കൊടുക്കാം. ഇപ്പൊ ലൈവ് ആയിട്ടുള്ള ഇമെയിൽ ID നമ്മളിവിടെ കൊടുത്തു. അതിലേക്കാണ് OTP വരിക. സോ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഇമെയിൽ ID തന്നെ നിങ്ങൾ ഇവിടെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി അത് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇപ്പൊ കൊടുത്ത ഇമെയിൽ ID തന്നെ ഒന്നും കൂടെ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ അത് ക്ലിയർ ആയതിനു ശേഷം ജനറേറ്റ് OTP എന്നുള്ളത് കൊടുക്കുക. അപ്പം ഇവിടെ ഒരു ക്യാപ്ഷ വന്നിട്ടുണ്ട്. ആ ക്യാപ്ഷ നമ്മൾ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. അത് എൻറ്റർ ചെയ്തതിനു ശേഷം സബ്മിറ്റ് എന്ന് കൊടുക്കുക. സോ ഇവിടെ OTP ഇമെയിലിലേക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഇമെയിൽ തുറന്നതിന് ശേഷം ഇമെയിലിൽ വന്ന് OTP ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. OTP വന്നത് എൻറ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ OTP ഹാസ് ബീൻ വാലിഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ഇവിടെ കൊടുത്ത എല്ലാ ഡാറ്റയും നമ്മളുടെ നോളജ് അനുസരിച്ച് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ അഗ്രി ചെയ്യുന്നു. ആൻഡ് അതിനുശേഷം എഗെയിൻ ഒരു ക്യാപ്ഷയും കൂടെ ഉണ്ട്. ആ ക്യാപ്ഷയും കൂടെ എൻറ്റർ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത മെനുവിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് റീവെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്.
സോ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പേര് ഒന്നും കൂടെ വായിച്ചു എന്ന് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ടിക്ക് ഇട്ട് കൊടുക്കുക. കൃത്യമായിട്ടാണ് നമ്മൾ പേര് കൊടുത്തത്, കൃത്യമായിട്ടാണ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തത്, ആൻഡ് 10th റോൾ നമ്പർ നമ്മൾ കൃത്യമായിട്ടാണ് കൊടുത്തത്, ഇയർ ഓഫ് പാസിംഗ് 10th എല്ലാം ഇവിടെ നമ്മൾ റീവേരിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ആൻഡ് ഇതെല്ലാം ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഞെക്കുന്നു. ഓക്കെ, സോ ദ ഇൻഫർമേഷൻ വൺസ് സബ്മിറ്റഡ് കനോട്ട് ബി മോഡിഫൈഡ്. ഇനി നമുക്ക് ഈ ഒരു കാര്യത്തിൽ വ്യത്യാസമൊന്നും വരുത്താൻ പറ്റില്ല. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോവാം. സോ നമുക്ക് ഓക്കെ കൊടുക്കാം. അങ്ങനെയാണ് ഇവിടെ അടുത്ത മെനു വരിക. സക്സസ്ഫുള്ളി രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് ആൻഡ് രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ തരും. എന്ത് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ടും ഈ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ആൻഡ് ഇമെയിലും അതുപോലെ തന്നെ മൊബൈൽ നമ്പറിൽ SMS ആയിട്ടും ഈ പറയുന്ന ഒരു കൺഫർമേഷൻ മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതിനുശേഷം ആപ്ലിക്കേഷൻ ഫോമിലേക്ക് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പൊ ഇതൊരു നോട്ടായിട്ട് വന്നതാണ്. ഇനി ഗോ ടു ആപ്ലിക്കേഷൻ. നമുക്ക് ഹെൽപ്പ് ഡെസ്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പുതിയ ടിക്കറ്റ് റൈസ് ചെയ്തുകൊണ്ട് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് കിടക്കാം. അടുത്തതായിട്ട് നമ്മൾ പോകേണ്ടത് ഗോ ടു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ഈ ഒരു മെനുവിലേക്കാണ്. അപ്പൊ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് അടങ്ങുന്ന ഒരു പോപ്പപ്പ് ഓപ്പൺ ആയിട്ട് വരും. അത് വായിച്ചതിന് ശേഷം നിങ്ങൾ ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫില്ല് ചെയ്യാം. ആപ്ലിക്കന്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ഇതെല്ലാം നമ്മൾ കൊടുത്തതാണ്. ഫാദേഴ്സ് നെയിം നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആൻഡ് കാറ്റഗറി, ഏത് കാറ്റഗറിയാണ് എന്നുള്ളത് നിങ്ങൾ ഇവിടെ കൊടുക്കുക. ആൻഡ് ജമ്മു കാശ്മീർ ഡൊമിസൈൽ ആണോ എന്നുള്ളത് നിങ്ങൾ ഇവിടെ കൊടുക്കുക. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണോ എന്നുള്ളത് കൊടുക്കുക. ഗാർഡിയന്റെ നെയിം നിങ്ങൾ ഇവിടെ കൊടുക്കുക. ആൻഡ് റിലേഷൻഷിപ്പ് ഓഫ് ദ ഗാർഡിയൻ, എന്ത് റിലേഷൻഷിപ്പ് ആണ്. ആൻഡ് ഗാർഡിയന്റെ മൊബൈൽ നമ്പർ നിങ്ങൾ ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങളുടെ അഡ്രസ് ആണ് കെയർഫുള്ളി നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. ഇനി ഫില്ല് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾക്ക് കൊടുക്കാം. ഇനി അടുത്തത് 10th-ന്റെയും +2-ന്റെയും ഒക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ടൈപ്പ്, കേരള ബോർഡ് എക്സാം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇനി ഇയർ ഓഫ് പാസിംഗ്, ഏത് വർഷമാണ് 10th പാസ്സായത് എന്ന് ചോദിച്ചു. പെർസെൻറ്റേജ് ഓഫ് മാർക്സ്, 10th നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഇവിടെ കൊടുത്തു. ഇനി അടുത്തതായിട്ട് കൊടുക്കാനുള്ളത് 12th-ന് ഇക്വലന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. നെയിം ഓഫ് ദ ബോർഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ബോർഡാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ആൻഡ് ഇയർ ഓഫ് പാസിംഗ്, ഏത് ഇയർ ആണ് നിങ്ങൾ പാസ്സായത്. ആൻഡ് പെർസെൻറ്റേജ് ഓഫ് മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അത് കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് ശരിയല്ലേ എന്നൊക്കെ നോക്കിയതിന് ശേഷം നെക്സ്റ്റ്, സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കാം. സോ അടുത്തത് നമുക്ക് കൊടുക്കാനുള്ളത് ഏത് സ്റ്റേറ്റിലാണ്, ഏത് സെന്ററിലാണ് നമ്മൾക്ക് പ്രിഫറൻസ് എന്നാണ് കൊടുക്കേണ്ടത്. സോ നമ്മളുടെ പ്രിഫറൻസ് സ്റ്റേറ്റ് നമ്മൾ കൊടുക്കാം. ഞാൻ കേരളത്തിലെ സ്റ്റേറ്റ് ആണ് കൊടുക്കുന്നത്. ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും അടുത്തുള്ള സ്റ്റേറ്റ് ആയിരിക്കും അല്ലേ. അപ്പൊ രണ്ടാമത്തെ പ്രിഫറൻസ് ഞാൻ കൊടുത്തു. രണ്ടാമത്തെ പ്രിഫറൻസ് ഞാൻ കോഴിക്കോട് കൊടുത്തു. ആൻഡ് മൂന്നാമത്തെ പ്രിഫറൻസ് എന്ന് പറയുന്നത് വയനാട് കൊടുക്കാം. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ പ്രിഫറൻസിൽ കൊടുക്കാനുള്ളത്. അപ്പൊ സോ ഞാൻ 3 പ്രിഫറൻസ് കൊടുത്തു. പ്രിഫറൻസ് കൊടുത്തതിന് ശേഷം പിന്നെ ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് ആണ് അടുത്തത് ചോദിക്കുന്നത്. ഇനി ഫോട്ടോഗ്രാഫ് ഈ അപ്ലോഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻസിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. 2x2 സൈസിലായിരിക്കണം, 2x2 ഇഞ്ച് സൈസിലായിരിക്കണം ഫോട്ടോസ് എന്ന് പറയുന്നത്. ആൻഡ് ഐസറിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോച്ചിങ് പ്രോഗ്രാം ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ലാസ്റ്റ് 6 months, 6 മാസത്തിന്റെ അകത്ത് എടുത്ത ഫോട്ടോ ആയിരിക്കണം. കളർ ഫോട്ടോ ആയിരിക്കണം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കരുത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, വേറെ ഒരു കളറും ആപ്ലിക്കബിൾ അല്ല. നമ്മളുടെ ഫോണിൽ നമ്മൾ തന്നെ എടുക്കുന്ന ഫോട്ടോസ് സെൽഫി ആയിരിക്കരുത്. ആൻഡ് ഫിൽറ്റേഴ്സും റീടച്ചിങ്ങും അതുപോലെ ഒരുപാട് എഡിറ്റിങ്ങും ഫിൽറ്റേഴ്സും ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇതുപോലത്തെ ഫിൽറ്റേഴ്സ് ഒന്നും ഉപയോഗിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ആ ഇൻസ്ട്രക്ഷൻസ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഒരു റീസെന്റ് ആയിട്ടുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഞാൻ എൻ്റെ കയ്യിലുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗസ് ടു അപ്ലോഡ് എന്നുള്ളത് കൊടുത്തു. ആൻഡ് എൻ്റെ കയ്യിലുള്ള ഫോട്ടോ ഇതാണ്. ആൻഡ് അത് ഞാൻ അപ്ലോഡ് ചെയ്തു. അപ്ലോഡ് ചെയ്യുമ്പം
ഒരു പ്രശ്നമുള്ളത്, മിക്കവാറും നിങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നമായിരിക്കും. ഇവിടെ നമ്മളോട് നേരത്തെ പറഞ്ഞ പോലെ 200 KB ആണ് മാക്സിമം സൈസ് എന്ന് പറയുന്നത്. സോ ഫയൽ സൈസ് ആണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ എന്റെ കയ്യിലുള്ള ഫോട്ടോന്റെ സൈസ് എത്രയായിരുന്നു ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി അത് 286 KB ആണ്. അപ്പൊ അത് നമ്മൾ റീസൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിളിൽ ഇമേജ് റീസൈസർ ഇൻ KB എന്നുള്ളത് സെർച്ച് ചെയ്യുക. ആൻഡ് ഈ സെർച്ചിൽ ഇമേജ് റീസൈസർ എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോവാം. ഇമേജ് റീസൈസറിൽ പോയിട്ട് നിങ്ങളുടെ ഇമേജ് സെലക്ട് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. ആൻഡ് എത്രയാണ് ടാർഗറ്റ് ഫയൽ സൈസ്? നമുക്കറിയാം ടാർഗറ്റ് ഫയൽ സൈസ് എന്ന് പറയുന്നത് 200 കുറവാവണം. അപ്പൊ ഞാനൊരു 190 KB എന്നിവിടെ കൊടുത്തു. ആൻഡ് ഇമേജ് റീസൈസ് ചെയ്യാണ്. ഇമേജ് റീസൈസ് ചെയ്യുമ്പോൾ പ്രോസസ്സിംഗ് ആണ് കാണിക്കുന്നത്. ആൻഡ് ഈ ഒരു ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ഡൗൺലോഡ് ചെയ്ത ഫയൽ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓപ്പൺ ഫയൽ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സൈസ് എന്ന് പറയുന്നത് 151 KB ഇവിടെ ഉള്ളൂ. അപ്പൊ ഇത് ഇനി അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫയലായിട്ട് മാറി. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു വെബ്സൈറ്റ് ക്ലോസ് ചെയ്തു. ഇവിടെ ഞാൻ രണ്ടാമത് പുതിയ ഞാൻ ഡൗൺലോഡ് ചെയ്ത ഫയല് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഫയൽ അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അത് ക്ലോസ് ചെയ്തിട്ട് ഇനി നമ്മൾ അടുത്തത് അപ്ലോഡ് ചെയ്യേണ്ടത് സിഗ്നേച്ചർ ആണ്. അപ്പൊ ഇതുപോലെ സിഗ്നേച്ചർ എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മുടെ സിഗ്നേച്ചർ എവിടെയാണോ ഉള്ളത് ആ ഒരു ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ് സിഗ്നേച്ചറും സക്സസ്ഫുള്ളി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സിഗ്നേച്ചറിന്റെ ഫയലും. സോ നമുക്ക് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്ലീസ് സെലക്ട് ഡിക്ലറേഷൻ എന്നാണ് പറയുന്നത്. എന്താണ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കൊടുക്കേണ്ടത്? സ്റ്റുഡൻസ് വിൽ ബി അലോട്ടഡ് ആസ് പെർ ദിയർ ഫസ്റ്റ് പ്രിഫറൻസ് ആസ് far as possible. However, the second and the third choices will be considered in case of unavailability. In extreme cases, we will be allotted to nearby available centers and the centers printed on the admit card will be final. അതായത് നമ്മളുടെ പ്രിഫറൻസ് 1 തന്നെ കിട്ടണം എന്ന് നിർബന്ധമില്ല. ഓൾമോസ്റ്റ് ഇൻ ഓൾ കേസസ് പ്രിഫറൻസ് 1 തന്നെ കിട്ടും. പ്രിഫറൻസ് 1 ഫിൽഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിഫറൻസ് 2 ആണ് കിട്ടുക. പ്രിഫറൻസ് 2 ഫിൽഡ് ആണെന്നുണ്ടെങ്കിൽ 3 ആണ് കിട്ടുക. ഇൻ എക്സ്ട്രീം കേസസ് അതർ നിയർ ബൈ ഏരിയാസിലേക്കും കിട്ടാൻ സാധ്യതയുണ്ട്. ആൻഡ് അഡ്മിറ്റ് കാർഡിൽ എവിടെയാണ് സെന്റർ എന്നുള്ളത് കൃത്യമായിട്ടുണ്ടാവും. അതിന് ഒരു ഫർദർ ചേഞ്ച് ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ ആ ഒരു ഡിക്ലറേഷൻ നമ്മൾ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന കാര്യം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ആൻഡ് സബ്മിറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ നമ്മൾ കൊടുത്ത ഫോട്ടോസ്, റീസെന്റ് ഫോട്ടോയിലെ അതും സിഗ്നേച്ചറും വ്യൂ ചെയ്ത് നമ്മൾ കൺഫേം ആയതിനു ശേഷം മാത്രമേ നമുക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ എൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അത് ക്ലിയർ ആയിട്ട് അത് തന്നെയാണ് എന്നുള്ളത് ഞാൻ വെരിഫൈ ചെയ്തു. അതുപോലെ തന്നെ സിഗ്നേച്ചറും ഞാൻ വെരിഫൈ ചെയ്യാൻ പോവാണ്. സിഗ്നേച്ചറും ഞാൻ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ആ വൺസ് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആൻഡ് നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് ഇനി അടുത്തത് ഫീ പേ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ കാറ്റഗറി ചൂസ് ചെയ്തതിനനുസരിച്ച് ജനറൽ ആണെന്നുണ്ടെങ്കിൽ 1400 ആണ് വരിക. SC ST അതുപോലെയുള്ള കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 700 ആണ് എമൗണ്ട് വരിക. ആൻഡ് എഗെയിൻ ഇവിടെ ഒരു ഡിക്ലറേഷനും കൂടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത എല്ലാ ഡാറ്റയും ബെസ്റ്റ് ഓഫ് അവർ നോളജ് ആണ്, നമ്മൾ സത്യസന്ധമായിട്ടാണ് അപ്ലോഡ് ചെയ്തത് എന്നുള്ള ഡിക്ലറേഷൻ നമ്മൾ ഇവിടെ കൊടുക്കണം. ഇനി അതിനുശേഷം ഇവിടുത്തെ ക്യാപ്ഷൻ നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് എന്ന് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ സബ്മിറ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് പ്രിവ്യൂ ചെയ്തതിന് ശേഷം മാത്രമേ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പ്രിവ്യൂ നമ്മൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസ്, നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം മിസ്റ്റേക്ക് ഒന്നും വരുത്തിയിട്ടില്ലല്ലോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. നമ്മളുടെ നെയിം, അതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ, 10th രജിസ്ട്രേഷൻ നമ്പർ, അങ്ങനെ നമ്മൾ ഇതുവരെ എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തോ, അഡ്രസ്സ്, എല്ലാ ഡീറ്റെയിൽസും ഒന്നും കൂടെ അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അതെല്ലാം പ്രിവ്യൂ ചെയ്യുക.
നമ്മൾ അപ്ലോഡ് ചെയ്ത ഡീറ്റെയിൽസ്, സിഗ്നേച്ചർ ഇതെല്ലാം നമുക്ക് അവിടെ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് അപ്ലോഡ് ചെയ്ത ഫയലെല്ലാം അവിടെ പ്രിവ്യൂവിന് സാധിക്കുന്നതാണ്. ആ പ്രിവ്യൂ എല്ലാം കണ്ട് അത് എല്ലാം ഓക്കെ ആണ് എന്നുള്ളതിന് ശേഷം ഇവിടെ ഓക്കെ എന്നുള്ളൊരു ബട്ടൺ ഉണ്ടായിരിക്കും. അങ്ങനെ പ്രിവ്യൂ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സബ്മിറ്റ് ബട്ടൺ അമർത്താവുന്നതാണ്. അതിന്റെ മുന്നേ ഇവിടെ ഒരു ക്യാപ്ഷയും കൂടെ നമുക്ക് എൻ്റർ ചെയ്യാനുണ്ട്. സോ ആ പ്രിവ്യൂ ചെയ്തതിന് ശേഷം ക്യാപ്ഷയും എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ബട്ടൺ ഞെക്കാവുന്നതാണ്. അങ്ങനെ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആപ്ലിക്കേഷൻ ഫീ ആയിട്ടുള്ള 1400 rupees പേ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്ക് മൾട്ടിപ്പിൾ രീതിയിൽ പേ ചെയ്യാൻ പറ്റും. ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്സ് വെച്ചിട്ട് പറ്റും. അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് വെച്ച് പറ്റും. UPI വെച്ചിട്ട് പറ്റും. UPI വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഷോ കോഡ് എന്നുള്ളത് കൊടുത്താൽ മതി. സോ ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഒരു QR ഏതെങ്കിലും ഒരു UPI വെച്ചിട്ട് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാവുന്നതാണ്. ഒരു ഗൂഗിൾ പേ വെച്ചിട്ട് സ്കാൻ ചെയ്യുമ്പം ഇതുപോലെയുള്ള ഒരു നിങ്ങൾക്ക് പേയ്മെന്റിലേക്കുള്ള ഒരു ലിങ്ക് ക്രിയേറ്റ് ആയി വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ പേ എന്ന് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ കളക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതോടുകൂടി ഇവിടെ ആപ്ലിക്കേഷൻ കഴിയുന്നതാണ്. ഇനി ഫർദർ ആയിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും നിങ്ങൾ ഇപ്പോൾ കൊടുത്ത Gmail അഡ്രസ്സിലൂടെ തരുന്നതായിരിക്കും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ നെസ്റ്റ് ആപ്ലിക്കേഷൻ ഇപ്പോൾ സക്സസ്ഫുള്ളി കഴിഞ്ഞിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കുറച്ചും കൂടെ ഈസി ആക്കി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഐസർ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്, അതിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ടെലിഗ്രാം ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നൈസറിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഇതുപോലെയുള്ള വീഡിയോസ് മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഐസറും നൈസറും തമ്മിലുള്ള വ്യത്യാസം അടങ്ങുന്ന ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.